മുസ്ലിമീങ്ങൾ അല്ലാത്തവർ ചിന്തിക്കണം. അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥ മുസ്ലിമിന് ഭീകരനാകാൻ സാധ്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താ കഴിഞ്ഞാ പറയുന്നത്? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജുസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. ചിന്തിക്കണം. ഇവിടെ രണ്ടു കാര്യമാണ് ഇത്തരുണത്തിൽ എനിക്ക് പറയാനുള്ളത്. ഭീകരവാദം, ടെററിസം എന്ന പേരിൽ ചില കാര്യങ്ങൾ സമുദായത്തിൽ വളരുന്നുണ്ടെങ്കിൽ ആ രണ്ടു കാര്യത്തെയും, അതിന്റെ കാരണമായ രണ്ടു കാര്യത്തെയും എതിർത്ത് തോൽപ്പിക്കൽ മുസ്ലിമീങ്ങളുടെയും അല്ലാത്തവരുടെയും കനപ്പെട്ട ബാധ്യതയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഭീകരവാദത്തിന് പരിഹാരം രണ്ടു കാര്യങ്ങളാണ്. ഭീകരവാദം സമൂഹത്തിലില്ലേ? ആരെങ്കിലും അവിവേകികളായ ആളുകൾ നാശങ്ങൾ ചെയ്യുന്നില്ലേ? അതെല്ലായിടത്തുമുണ്ട്. എന്നാൽ എല്ലാ സമുദായ നേതാക്കളും ഇത് ചിന്തിക്കണം. ഇത് ഇവിടെ സമുദായത്തിൽ സമാധാനം പുലർത്തേണ്ടത് മുസൽമാന്റെ മാത്രം ബാധ്യതയല്ല. ചിന്തിക്കണം. ഫയാസിന്റെ ഉമ്മ, ഫയാസിന്റെ മൃതദേഹം എനിക്ക് വേണ്ട, എനിക്ക് കാണേണ്ടതില്ല. ആ ഗർഭപാത്രം കൊണ്ട് നൊന്ത് പ്രസവിച്ച 9 ചില്ലാനം മാസം താൻ ചുമന്ന് കൊണ്ട് നടക്കുകയും പിന്നെ നൊന്ത് പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്ത ഒരുമ്മ ഒരു ഭീകരവാദിയാണ്. തന്റെ മകനെന്നു കേൾക്കവേ തെളിയിക്കപ്പെടൽ പിന്നീടാണ്. പലപ്പോഴും കേൾക്കുന്നത് പിന്നീട് ആ യാഥാർത്ഥ്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഡൽഹിയിൽ ജാമ്യയിൽ നരവേട്ട നടത്തിയ പോലീസ് എന്താ പിന്നീട് ബോധ്യപ്പെട്ടത്? അമുസ്ലിമീങ്ങളായ മഹാപണ്ഡിതന്മാർ വരെ പിന്നീട് പറഞ്ഞില്ലേ, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ സത്യത്തിൽ അവിവേകവും പോലീസിന്റെ പക്ഷപാതിത്വവുമാണ് ഈ കാര്യത്തെ ഇത്രമേൽ നാശവൽക്കരിച്ചത് എന്ന് പറഞ്ഞില്ലേ. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ അതേക്കുറിച്ചൊരു തീരുമാനം പറയുന്നില്ല. തീരുമാനം തെളിയിക്കേണ്ടത് നാളെയുടെ കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഗൗരവമായി നാം മനസ്സിലാക്കണം. തന്റെ മകൻ ഭീകരവാദിയാണെന്ന് അറിഞ്ഞ ഉടനെ ഒരു ഉമ്മ പറഞ്ഞു, ആ മയ്യത്തെനിക്ക് കാണേണ്ടതില്ല, ആ മയ്യത്തിനെ ഞാൻ നിരാകരിച്ചിരിക്കുന്നു, എന്റെ മകന്റെ മയ്യത്ത് എനിക്ക് വേണ്ട. ആ ഉമ്മ അത് പറഞ്ഞ അതേ സമയത്ത്, ആ വാക്ക് പുറത്തു കേട്ട അതേ സമയത്ത് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അല്ല, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ മഹാനായ നേതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, അത് മുസൽമാന്റെ സ്വരമാണ്. ചിന്തിക്കണം. ഞാൻ നിയമപാലകരോട്, മറ്റു സമുദായക്കാരോട് വളരെ വിനയത്തോടുകൂടെയാണ് ഈ സംഭവം ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടണമെന്ന് വിനയത്തോടെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ചിന്തിക്കണം, ആലോചിക്കണം. ഫയാസിന്റെ ഉമ്മയുടെ വാക്ക് കേട്ട ഉടനെ കേരളത്തിന്റെ എന്നല്ല, ഇന്ത്യൻ മുസൽമാന്റെ മഹാനായ നേതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം. കേരളത്തിൽ 600ഓളം മഹല്ലുകളുടെ ഖാളിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഒരു ഖാളിയാണ് ഭീകരവാദിയെങ്കിൽ ഭീകരവാദികളുടെ ഭീകരവാദിയാകേണ്ടത് ഖാളിയാണല്ലോ ഇത് പഠിപ്പിക്കുക. മതം പഠിപ്പിക്കേണ്ടത് ഖാളിമാരല്ലേ? അപ്പോൾ ഖാളിമാരുടെയും ഖാളിയാണ് ആര്? ഖാളിമാരുടെയും ഖാളിയാണ് ആര്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. 600ഓളം മഹല്ലുകളുടെ ഖാളിയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ ഒരു വാക്ക് പുറത്തു വന്ന ഉടനെ ആ വലിയ മനുഷ്യൻ ഉടനെ പറഞ്ഞു, അത് മുസൽമാന്റെ സ്വരമാണ് എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഇന്ത്യ രാജ്യത്തെ മുഴുവനും ചിന്തകന്മാരും ബുദ്ധിജീവികളും പത്രപ്രവർത്തകന്മാരും അന്തിച്ചുപോയി. ഒരു മുൻ മന്ത്രി മിനിഞ്ഞാന്ന് എന്റെ വേദിയിൽ പ്രസംഗിച്ചു. വയലാർ രവി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളെ പലതവണ വിളിച്ചിട്ടും ഫോണിൽ കിട്ടുന്നില്ല. തങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
ഞങ്ങളത് കേരളത്തിലിരുന്ന് പറഞ്ഞാൽ പോരാ, അത് ഡൽഹിയിൽ പോയി പറയണം. അതിന് എന്റെ ഇന്നത്തെ സാഹചര്യം കൊണ്ട് ഞാൻ അവസരമൊരുക്കുമെന്ന് ഒരു മുൻ മന്ത്രി മിനിഞ്ഞാൻ വയലാർ രവിയുടെ വാക്കുകൾ എന്റെ ഒരു വേദിയിൽ ഉദ്ധരിക്കുകയുണ്ടായി. നിങ്ങൾ ചിന്തിക്കണം. എന്നാ ഞാൻ തിരിച്ചിനി ഇങ്ങോട്ടൊന്ന് പറയട്ടെ. എല്ലാവരും അതിനോട് സഹകരിക്കാൻ നമ്മളെ പ്രവർത്തകന്മാരെ, KSFിലെ ഇല്ലാത്ത പാവപ്പെട്ട കുട്ടികളെ സത്യത്തിന്റെ മുഖം കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണ്. എല്ലാവരും ഇതിനെ സഹായിക്കണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആയിരക്കണക്കായ മുസ്ലിമീങ്ങളെ നരമേധം ചെയ്തിട്ടുള്ള ഗുജറാത്ത്, ഈ ഗുജറാത്തിൽ ഇതിനു വേണ്ടി നേതൃത്വം നടത്തിയവരുണ്ടല്ലോ. അതിനേക്കാൾ വലിയ ഭീകരത അടുത്ത കാലഘട്ടത്തിലൊന്നും ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ബഹുമാനികളെ ആ സമുദായ നേതാക്കൾ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ തയ്യാറായില്ല? അവർക്കും ഇതിൽ ബാധ്യതയില്ലേ? ഇത് വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. സമാധാനം സൃഷ്ടിക്കേണ്ടത് മുസൽമാന്റെ മാത്രം ബാധ്യതയല്ല, എല്ലാവർക്കും ഇതിൽ ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ രാജ്യത്തിന്റെ മഹത്വം നാം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഈ രാജ്യത്തെ മുഴുവനും ജനങ്ങൾ ഈ സമാധാനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകണം. എന്നാൽ മാത്രമേ രാജ്യത്ത് യശസ്കരമായ സമാധാനമുണ്ടാകൂ എന്നാണ് വളരെ താഴ്മയോടെ എനിക്ക് പറയാൻ. അത് ഇന്ത്യൻ മുസൽമാന്റെ സ്വരമാണ്, അത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ സ്വരമാണ്, അത് നാനാത്വത്തിൽ ഏകത്വത്തിന്റെ സ്വരമാണ് എന്ന് നാം ചിന്തിക്കണം. പക്ഷേ ഇവിടെ വളരെ ഗൗരവമാരമായി രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെങ്കിലും അവിവേകികളായ മക്കൾ സമുദായത്തിൽ ടെററിസ്റ്റുകളായിട്ടുണ്ടെങ്കിൽ അത് നിലക്കു നിർത്തേണ്ടത് സമുദായത്തിലെ രക്ഷകർത്താക്കളുടെ ബാധ്യതയാണ് എന്ന് വളരെ വിനയത്തോടെ താഴ്മയോടെ ഞാനിവിടെ അപേക്ഷിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു മുസ്ലിം എന്ന നിലയിൽ എന്റെ ബാധ്യത ഞാൻ നിർവഹിക്കുകയാണ്. മറ്റു സമുദായങ്ങളിലും ഭീകരവാദികൾ ധാരാളമുണ്ട്, അത് ആ സമുദായ നേതാക്കൾ കൈകാര്യം ചെയ്യണമെന്ന് വളരെ താഴ്മയോടെ ഇതാ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. സമുദായത്തിന്റെ മുഖത്ത് കരിവാരി ചേർക്കുന്ന, കരിവാരി എറിയുന്ന രാജ്യത്തിന്റെ പ്രൗഢമായ നാനാത്വത്തിലേകത്വമെന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ മൗലിക സൈദ്ധാന്തികതയെ മറികടന്ന ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവൻ സമ്പൂർണ്ണ മുസ്ലിം അല്ല എന്നിതാ ഈ മഹാപണ്ഡിതന്മാരെ മുന്നിൽ നിർത്തി ഞാൻ താഴ്മയോടെ നിങ്ങളെ മുന്നിൽ പറയുകയാണ്. അവനൊരു പൂർണ്ണ മുസ്ലിം എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. പക്ഷെ ഇവിടെ അതോടുകൂടെ ഒരു കാര്യം ചിന്തിക്കണം. ഞങ്ങൾ ഈ വെള്ളക്കുപ്പായമിട്ട ആളുകൾ, ഈ ശുഭ്രവസ്ത്രധാരികൾ ഞങ്ങളുടെ കടമ നിർവഹിക്കുകയാണ്. മതത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിരാകരിച്ച് തോൽപ്പിക്കേണ്ടത് മുഴുവനും മുസ്ലിമീങ്ങളുടെയും മഹല്ലുകളുടെയും രക്ഷകർത്താക്കളുടെയും ബാധ്യതയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഭീകരവാദം വന്നിട്ടുണ്ടെങ്കിൽ അതിന് അടിസ്ഥാന കാരണം താന്തോന്നിത്തത്തിന്റെ യൗവനമാണ്. യുവാക്കൾ താന്തോന്നികളായി, യുവാക്കൾ നിഷേധികളായി, എല്ലായിടത്തും നിഷേധികളായി യുവാക്കൾ ഇന്ന് വളർന്നു വരുന്നു. ധനം, സൗകര്യം ഇത് വലിയ നാശത്തിലേക്ക് കൊണ്ടുവരികയാണ്. ധനം കൂടി, സൗകര്യങ്ങൾ അധികരിച്ചു, അരക്ഷിതമായ വീടുകളുണ്ടായി, വീടുകളിൽ അരക്ഷിതാവസ്ഥയുണ്ടായി. അപ്പോൾ പിന്നെ നിഷേധികളായ യൗവനം, യുവാക്കൾ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള നിഷേധികളായ യുവാക്കളെ പുതിയ ചില സംഘടനകൾ മുതലെടുക്കുകയും ചെയ്യുന്നു. ആ സംഘടനകളാണ് ഇതിന് മുഴുവനും ഉത്തരവാദികൾ. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. താന്തോന്നികളായ ചെറുപ്പക്കാർ, അവർക്ക് പള്ളിയില്ല, അവർക്ക് ഉസ്താദിൽ വിശ്വാസമില്ല, അവർ ഖാദിയിൽ വിശ്വസിക്കൂല, അവർ നേതാക്കളെ ഇല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 10 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്ക് മതത്തിന്റെ ബാലപാഠം പഠിപ്പിക്കുന്ന സംഘടനയാണ്. എവിടെയെങ്കിലും ഒരു ഭീകരവാദം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഒരു പുസ്തകം വായിച്ച് അതിലൊരു വരി തെളിയിക്കൂ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രസ്ഥാനത്തെയും ബഹുമാനപ്പെട്ട മഹല്യത്തിനെയും കാരണവന്മാരെയും ഉസ്താദുമാരെയും
സാദാത്യങ്ങളെയും നിരാകരിക്കുന്ന ചില യുവാക്കൾ ഇന്ന് നമ്മളെ നാട്ടിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം യുവാക്കളെ ചില പ്രത്യേക സംഘടനകൾ മുതലെടുക്കുകയാണ്. ഇത് വളരെ വിനയത്തോടെ, ഇത് വളരെ താഴ്മയോടെ ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. അവരെ പ്രത്യേകമായി അവരെ ഉപയോഗിക്കുക. നിഷേധികളായ ചെറുപ്പക്കാർ ഇന്ന് നാട്ടിൽ അധികരിച്ചു കൊണ്ടിരിക്കുക. യൗവനം, അരക്ഷിതമായ വീട്ടിലെ സാഹചര്യങ്ങൾ, ഇതൊക്കെ ഇവരൊന്നും സമുദായത്തിന്റെ ആളുകളല്ല. സമുദായത്തിലെ ഒരു മുസ്ലിം സംഘടനയും ഒരു പ്രധാനപ്പെട്ട ഉള്ളിലൊടുങ്ങുന്ന ഒരു സംഘടനയും ഇത്തരം അഭിശപ്തവും ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായ യൗവനത്തിന് ഉത്തരവാദികളല്ല. അങ്ങനെയുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന അരക്ഷിതമായ യൗവനങ്ങളെ മുതലെടുക്കുന്ന സംഘടനകളെ നിലക്ക് നിർത്തേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പക്ഷേ ഇത് പറയാൻ ആർക്കാണ് ഇവിടെ തയ്യാറുള്ളത്? വളരെ ഗൗരവമായി നാം ചിന്തിക്കണ്ടേ? ഭീകരതയുടെ പേരിൽ ഒരുപാട് കാലഘട്ടം ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുള്ള മഅദനി, എന്താ സാഹചര്യം? ഭീകരതയുടെ പേരിലാണ് അയാൾ ജയിൽ ജീവിതം അനുഭവിച്ചത്. മഅദനി എന്ന മനുഷ്യന്റെ രാഷ്ട്രീയ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ആരാണുള്ളത്? ഇവിടുത്തെ ഇടതുപക്ഷം. ഭീകരവാദത്തിനെതിരെ വളരെ ഗൗരവമായി ഇത് ചിന്തിക്കണം. ഞാൻ ആരെങ്കിലും കുറ്റം പറയുകയാണെന്ന് ധരിക്കരുത്. രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി, താൽക്കാലിക വിജയത്തിന് വേണ്ടി ആരാ മഅദനിയെ രാഷ്ട്രീയ കുപ്പായം അണിയിച്ച് എഴുന്നള്ളിച്ചത്? ഇവിടെ ഭീകരവാദത്തിനെതിരെ മുസ്ലിം സമുദായം വലിയ മെജോറിറ്റി അണിനിരന്നപ്പോൾ ഭീകരവാദത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് രാഷ്ട്രീയ കുപ്പായം നൽകി വോട്ട് ബാങ്കാക്കി മാറ്റിയതാരാ? ഇവിടെയുള്ള ഇടതുപക്ഷ ശക്തികൾ. നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ഞാനിത് നാദാപുരത്താ പറയുന്നത്. സാക്ഷാൽ ഇന്ന് കേരളം ഭരിക്കുന്ന, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മതവിദ്യാഭ്യാസം ഒറ്റുകാരെ സൃഷ്ടിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒറ്റുകാരെ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ പ്രസ്ഥാനം തന്നെയാണ്. നിങ്ങളുടെ പ്രസ്ഥാനമല്ലേ ഒറ്റുകാരെ സൃഷ്ടിക്കുന്നത്? ആരാണ് ഇവിടെ മഅദനി എന്ന ഒരു മനുഷ്യന് രാഷ്ട്രീയ കുപ്പായം കൊടുത്തത്? ഇതാ വീണ്ടും രാഷ്ട്രീയ കുപ്പായത്തിന്റെ പുത്തൻ ചേരുവകളുമായി വരുന്നു. ആരാ വീണ്ടും സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? ആരാണോ ജയിലിലിടാൻ സഹായിച്ചത് അവർ തന്നെയാണ് ജയിലിൽ നിന്ന് വിട്ടത്. ലക്ഷ്യം എപ്പോഴും എന്താണ്? ബാലറ്റ് പെട്ടി. ഇതാ ധർമ്മമാണ്. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം മുസ്ലിം സമുദായത്തില്. എന്നിട്ട് ഈ ഭീകരതകളെ വളർത്തിക്കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ജനുവരിയിൽ പുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വരികയാണത്രേ. അവരെയും വോട്ട് ബാങ്കാക്കുകയാരാ? മുസ്ലിം സമുദായത്തിന്റെ പൊതുധാരകൾക്കെതിരെ വരുന്ന എല്ലാ ആളുകളെയും ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത് ഇടതുപക്ഷ ഭീകരതയാണ്. സത്യത്തിൽ ഏറ്റവും വലിയ ഭീകര സഹായി ഇടതുപക്ഷമാണ്. ഇത് വളരെ വിനയത്തിലും താഴ്മയിലും ഞാൻ വളരെ താഴ്മയിൽ പറയുകയാണ്. അല്ലാതെ മതവിദ്യാഭ്യാസമല്ല. മതവിദ്യാഭ്യാസം ഒരിക്കലും അതിന് തയ്യാറല്ല. ഇല്ല. നിങ്ങളെക്കാൾ വലിയ നിരീശ്വരവാദികൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കേരളം കണ്ട ഏറ്റവും വലിയ നിരീശ്വരവാദിയല്ലേ EMS നമ്പൂതിരിപ്പാട്? ഒരുപക്ഷെ ഇന്ത്യ കണ്ട 20ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ നിരീശ്വരവാദിയല്ലേ EMS നമ്പൂതിരിപ്പാട്? ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവിന് പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ എതിരാളിയായി ഒരു പ്രസ്ഥാനത്തിൽ ഒരായുസ് പണിയെടുത്ത ആളല്ലേ EMS നമ്പൂതിരിപ്പാട്? എന്നിട്ട് എപ്പോഴെങ്കിലും മുസ്ലിം നേതാവിനെയോ ഒരു നേതൃത്വത്തെയോ ഭീകരവാദി എന്ന് ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെക്കാൾ വലിയ നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുമായിരുന്നല്ലോ അയാൾ. നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ലക്ഷ്യം വളരെ ദുഷ്ടമായ ലാക്ക് മാത്രമാണ്. മുസ്ലിം സമുദായം ഇത് ചിന്തിക്കണം. നമ്മുടെ നേർക്ക് ഇരുട്ടിന്റെ കരിമ്പിടമെറിയാൻ ഇവിടെ പലരും ബന്ധപ്പെട്ട് താല്പര്യപ്പെട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. രാജ്യത്തിന്റെ നാളത്തെ യശസ് നശിപ്പിക്കുകയാണ് ഇത്തരം ആളുകൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് എന്ത് വേണം? അരക്ഷിതമായ യൗവനങ്ങൾ മുസ്ലിം രക്ഷിതാക്കൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മുടെ മക്കൾ എവിടെ പോകുന്നു, എവിടെ വരുന്നു എന്ന കാര്യത്തിൽ കണിശമായ ഒരു ബോധവും തീരുമാനവും നമുക്കുണ്ടാകണം. ഒരു ഭീകരവാദവും ഉണ്ടായിട്ടില്ല.
ഒരു കൂട്ടാട്ടത്തിന്റെ ആളുകളും ഉണ്ടായിട്ടില്ല. ഒരു ഭീകരവാദിയോ ടെററിസ്റ്റോ ഇവിടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മെക്കാൾ മതബോധമുള്ള മഹാന്മാരായ നമ്മുടെ പിതാക്കന്മാരും പൂർവ്വ പിതാക്കന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് അവരുടെ കാലഘട്ടത്തിൽ അച്ചടക്കവും ഒടുക്കവും നേതൃത്വത്തിന്റെയും പണ്ഡിതന്മാരുടെയും തീരുമാനത്തിന്റെയും ചിറകിന്റെയും കീഴിൽ നിൽക്കുക എന്ന ഒരു ബോധവും അന്ന് മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഭീകരവാദം എവിടെയെങ്കിലും മുളപൊട്ടുന്നുവെങ്കിൽ അതിനെ വീട്ടിൽ അരക്ഷിതാവസ്ഥയില്ലാതാക്കുകയാണ് ഒന്നാമത്തെ പരിഹാരം. 2, യഥാർത്ഥ ചാനലിലുള്ള പണ്ഡിതന്മാരുമായി നമ്മുടെ പുതിയ യൗവനത്തെ ബന്ധപ്പെടുത്തുകയാണ്. SKSF ആണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. വർഷം എത്രയാ? 10-18 കൊല്ലമായി. ഇന്ന് വരെയുള്ള ഒരു ചരിത്രത്തിൽ ഒരു ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഈ സംഘടന ചെയ്തതായി ഇവിടെ പറയാൻ തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അതുകൊണ്ട് ഇത്തരം യുവപ്രസ്ഥാനങ്ങളുമായി നമ്മുടെ പുതിയ മക്കളെ നാം ബന്ധപ്പെടുത്തണം. വീട്ടിലെ അരക്ഷിതാവസ്ഥയില്ലാതാക്കണം. പള്ളിയിലെ ഉസ്താദുമാർ, സമാധാനമായ ദീനീ സംരംഭങ്ങൾ, അതിനോട് തീർച്ചയായും മക്കളെ ബന്ധപ്പെടുത്തണം. ഇത് അരക്ഷിതമായ യൗവനമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭീകരത വളർന്നു വരും. അതിന് ദുഷ്ടലാക്കുള്ള ചില ഭൗതികമായ താല്പര്യം വെച്ച ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചില ബിദ്അഈ സംഘടനകൾ ഇവിടെ തയ്യാറാകും. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഇന്ത്യ രാജ്യത്തെ കേരളത്തിൽ എവിടെയെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ ഒരു ഭീകരത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജിഹാദിനെ തെറ്റായി വ്യാഖ്യാനിച്ചതാകും അതിന് കാരണം. അതിനെന്താ അടിസ്ഥാനം? ജിഹാദിനെ തെറ്റായി വ്യാഖ്യാനിച്ചത് 95% വരുന്ന സുന്നി മുസ്ലിമീങ്ങളല്ല, ബിദ്അത്തുകാരാണ്. ചുരുക്കത്തിൽ ഈ ഭീകരവാദത്തിന്റെ അടിസ്ഥാന സൂചികൾ എണീറ്റ് നിൽക്കുന്നത് ഖുർആൻ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാമെന്ന താല്പര്യത്തിലേക്കാണ്. ഇത് നിരാകരിക്കലും ആവശ്യമാണ്. പൗരാണികമായ പണ്ഡിതന്മാർ, പൗരാണികരായ നേതാക്കന്മാർ എങ്ങനെയാണോ ഖുർആനെ വ്യാഖ്യാനിച്ചത് ആ രൂപത്തിലാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ പിന്നെ ഭീകരവാദവുമില്ല, കുഴപ്പവുമില്ല. രണ്ടാമതായി, ഞാൻ നെട്ടിപ്പറയുന്നില്ല, ഭീകരതയുടെ അടിസ്ഥാനപരമായ മറ്റൊരു കാരണം പോലീസിന്റെയും ഭരണാധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന അനീതിയായ പെരുമാറ്റമാകുന്നു. നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് രാജ്യത്ത് നീതിയുണ്ടാകണം. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സിംബൽ എന്ന് പറയുന്നത് നീതിയാണ്. ആ നീതിയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീതിയാണ് അടിസ്ഥാനം. ഒരു ചൂടനെയും അലിയെയും വിചാരണ ചെയ്തു സയ്യിദുനാ ഉമർ. ഉറക്കപ്പറ സയ്യിദുനാ ഉമർ. ഇസ്ലാമിന്റെ നീതി കേൾക്കണോ സയ്യിദുനാ ഉമർ? നിങ്ങൾ ചിന്തിക്കുക, ഇതാണ് നീതി, ഇതാണ് ഇസ്ലാമിന്റെ പ്രതീകം, ഇതാണ് ഉമറിന്റെ ഭരണം വരണം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ വ്യാപാക്കിനെ അനർത്ഥമാക്കിയ മഹാനായ സയ്യിദുനാ ഉമർ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ. നിങ്ങൾ ചിന്തിക്കണം, ഒരു ചൂടനെയും അലിയെയും അടുത്തടുത്ത് നിർത്തി വിചാരണ ചെയ്തു സയ്യിദുനാ ഉമർ. ഒരു ചൂടൻ ഒരാക്ഷേപം പറഞ്ഞു. ആരെക്കുറിച്ച്? അലിയെ കുറിച്ച്. എങ്ങനെ? നിങ്ങൾ ചിന്തിക്കുക, ആരാ അലി? ഹബീബായ നബിയുടെ മരുമകൻ, പുണ്യനബിയുടെ മകളെ കല്യാണം കഴിച്ച ആളാണ് സയ്യിദുനാ അലി. അലിയെ കുറിച്ചൊരു അഭിപ്രായക്കേട്, ഒരു അന്യായം പറഞ്ഞു ഒരു ജൂതൻ. ജൂതന്റെ വാക്ക് സ്വീകരിച്ചു, കോടതിയിൽ സ്വീകരിച്ച് അലിയെ വിളിപ്പിച്ചു. ആര്? സയ്യിദുനാ ഉമർ. അങ്ങോട്ട് നിൽക്ക്, എനിക്ക് എന്നെ വിചാരണ ചെയ്യണം. വിചാരണ ചെയ്തു. നീതിയോടുകൂടെ തീരുമാനമുണ്ടാക്കി. കോടതി പിരിഞ്ഞു. വൈകുന്നേരം അലിയെ കണ്ടപ്പോൾ ഉമർ ചോദിച്ചു, നിനക്ക് എന്നോട് ദേഷ്യം തോന്നിയോ എന്ന് ചോദിച്ചു. ഞാൻ ആ ജൂതന്റെ അടുത്തേക്ക് നിന്നെ നീക്കി നിർത്തിയിട്ട വിചാരണ ചെയ്തത്. വിചാരണയാകുമ്പോൾ അത്രേ പറ്റൂ, നീതിയല്ല വേണ്ടത്. അതുകൊണ്ടാണ് വാദിയായും പ്രതിയായും ഒരിടത്ത് തന്നെ നിർത്തിയത്. നിനക്ക് എന്നോട് ദേഷ്യം തോന്നിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും തോന്നിയില്ല, ഒലാക്കിന് ഓലിബുദ്ദു അലൈക്ക്, പക്ഷെ എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. നിങ്ങൾ എന്നോട് നീങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞത് യാ അലി എന്നല്ല എന്നെ വിളിച്ചത്, യാ അബാ ഹസൻ എന്നാണ്.
എന്റെ ഓമന പേരാണ് അബാ ഹസൻ എന്ന വാക്ക്. അലിയെ ബഹുമാനിച്ച് വിളിക്കുന്ന പേരാണ് അബു ഹസൻ എന്ന വാക്ക്. അലിയെ സാധാരണ നിലയിൽ വിളിക്കേണ്ട വാക്ക് അലി എന്നാണ്. നിങ്ങൾ എന്നെ അബു ഹസനെ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നി. വിചാരണയുടെ വേളയിൽ ഒരിക്കലും ജഡ്ജി പ്രതിയെ ബഹുമാനിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഉമർ കരഞ്ഞുപോയി. ഇതാണ് ഇസ്ലാമിക സമൂഹം. ഇവിടെ ടെററിസം ഉണ്ടോ? ഇവിടെ ഭീകരവാദമുണ്ടോ? ഒന്ന് ചിന്തിച്ചു. അതുകൊണ്ട് സത്യത്തിൽ നീതി ഉണ്ടാകണം. നിയമപാലകർ നീതി ചെയ്യണം. അനീതി ഏതു മതം ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിയമപാലകർ, ഭരണാധികാരികൾ നീതി ചെയ്യണം. ഏറ്റുമുട്ടലുകളുടെ നാടകങ്ങൾ നടത്തി പാവപ്പെട്ട യുവാക്കളെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടാൽ സ്വാഭാവികമായും അത് സമൂഹത്തിൽ നാശങ്ങൾ വരുത്തി വെക്കും. ആർക്കും തടയാൻ കഴിയാത്തയാവും. ഞങ്ങൾക്ക് പ്രബോധനം കൊണ്ട് തടയാനേ കഴിയൂ. പക്ഷെ അത് അളവോളല്ലേ പരിഹരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ ഭീകരവാദത്തിന്റെ തടയൽ പൂർണ്ണമാകണമെങ്കിൽ എല്ലാ മതത്തിന്റെയും പ്രബോധകന്മാർ ഭീകരവാദത്തിനെതിരെ സ്വന്തം സമുദായങ്ങളെ ബോധ്യപ്പെടുത്തണം. അതോടുകൂടെ തന്നെ ഭരണാധികാരികളും നിയമപാലകരും നീതി ചെയ്യുകയും വേണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നീതിയില്ലാത്ത ജനതയിൽ ഭീകരതയുണ്ടാകും. ഇത് തമാശയല്ല. സ്വന്തം പെങ്ങൾ കണ്ണിന്റെ മുന്നിലിട്ട് ബലാത്കാരം ചെയ്യപ്പെട്ടാൽ, സ്വന്തം സഹോദരി, സ്വന്തം ഭാര്യ സ്വന്തം മുന്നിലിട്ട് ബലാത്കാരം ചെയ്യപ്പെട്ടു, കണ്ണിൽ നിന്ന് രക്തം വന്ന ഒരു സാഹചര്യം ഒരാൾക്കുണ്ടായി. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ഇവൻ ഭീകരവാദിയാവുക സ്വാഭാവികതയല്ലേ? അത് ഒരിക്കലും നിയമപാലകരുടെയോ ഭരണാധികാരികളുടെയോ പക്ഷത്തുണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്താണ് കാശ്മീർ ഭീകരതയുടെ അടിസ്ഥാനം? ഞാൻ അതിനെയും നിരാകരിക്കുകയാണ്. അതും അഭിശംസമാണ്, അതും ഇസ്ലാമികമല്ലാത്തതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ കുലപതിയായ കുൽദീപ് നയ്യാരുടെ കത്തുന്ന കാശ്മീർ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഒരു വാക്കുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു മുസ്ലിം എഴുതിയ ഗ്രന്ഥമല്ല. ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ കുലപതിയായ കുൽദീപ് നയ്യാരുടെ കത്തുന്ന കാശ്മീർ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ കുൽദീപ് നയ്യാർ പറയുന്നുണ്ട്, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ കുലപതിയായ കുൽദീപ് നയ്യാരുടെ കത്തുന്ന കാശ്മീർ എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ കുൽദീപ് നയ്യാർ പറയുകയാണ്, കാശ്മീരിലെ 4 ജില്ലകളിലും ഞാൻ പര്യടനം നടത്തി. എന്നാൽ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ഇന്ത്യൻ പട്ടാളത്താൽ ബലാത്സംഗം ചെയ്യപ്പെടാത്ത ഒരു പെൺകുട്ടിയുള്ള ഇല്ലാത്ത ഒരു വീട് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. 4 ജില്ലകളിൽ ഞാൻ പോയ വീടുകളിലെല്ലാം ആ വീട്ടിലെ പെൺകുട്ടികളെ ഇന്ത്യൻ പട്ടാളം ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അതാണ് കാശ്മീർ ഭീകരതയുടെ അടിസ്ഥാനം. ആരാണ് എഴുതിയത്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ കുലപതിയായ കുൽദീപ് നയ്യാർ. ഇവിടെ ഗൗരവമായി നാം ചിന്തിക്കണം. അനീതി വളരരുത്, അനീതി വളർത്തരുത്. ഭരണാധികാരികൾ പക്ഷപാതിത്വത്തോടെ സംസാരിക്കരുത്. അവരുടെ വാക്ക് വളരെ വിലയുള്ള വാക്കാണ്. അവരെ വാക്കിന്, അവരെ അധികാരത്തിന്, അവരെ കസേരക്ക് വലിയ വിലയുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളണം. കാക്കി അണിയാത്ത പോലീസ്, കാക്കി അണിഞ്ഞവൻ, കാക്കി അണിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കാക്കി ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രതീകമാണ്. ആ നീതി വരുത്തി തീർക്കേണ്ടത് നിയമപാലകരുടെ കടമയും കർത്തവ്യവുമാണ്. ഞാൻ നാദാപുരത്തെ പോലീസിനെ കുറിച്ചല്ല ഇത് പറയുന്നത്. എന്നാൽ എവിടെ അക്രമമുണ്ടോ, എവിടെ അനീതിയുണ്ടോ, ആ സമൂഹ കാര്യത്തിന് ഒരു വേള കാരണമാകുന്നത് ഇത്തരം കാര്യങ്ങളാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് നാം ഇന്ത്യക്കാരാണ്. കേവലം ഹിന്ദുക്കൾ, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ് പരസ്പരം പോരടിക്കുന്നതിന് പകരം നമ്മുടെ രാജ്യത്തിന്റെ ധർമ്മത്തിന് വേണ്ടി, ഇവിടെ മുൻഗാമികൾ കാണിച്ച ധർമ്മം മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ. ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യര് ഇസ്രായേലി പട്ടാളം നരമേധം ചെയ്യുന്നത് പോയി കണ്ടുവന്നു NV കൃഷ്ണവാര്യർ. എന്നിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് ഓർമ്മയുണ്ട്, 1989 NV കൃഷ്ണവാര്യർ എഴുതിയ കവിത, 89 NV കൃഷ്ണവാര്യർ എഴുതിയ കവിത. ഇന്നും ആ കവിതയ്ക്ക് ജീവനുണ്ട്.
എങ്ങോ മർദ്ദനു ചങ്ങല കൈകളിൽ, അങ്ങനെ കൈകൾ നൊന്തിയിടുകയാ. എങ്ങോ മർദ്ദന മവിട പ്രഹരം വീഴുവതന്റെ പുറത്താവുന്നു. എങ്ങോ ചങ്ങല, എങ്ങോ മർദ്ദനു ചങ്ങല കൈകളിൽ, അങ്ങനെ കൈകൾ നൊന്തിയിടുകയാ. എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതന്റെ പുറത്താവുന്നു. എങ്ങോ മർദ്ദനു ചങ്ങല കൈകളിൽ. ആരെങ്കിലും കാരണമില്ലാതെ ഒരാളെ ചങ്ങല കിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്. അതേത് മതക്കാരനും മുസൽമാന് ഇസ്രായേലി പട്ടാളം ചെങ്ങലക്കിട്ടത് കണ്ടപ്പോഴാണ് നമ്മുടെ ഗുരുക്കന്മാരുടെ ഗുരുവായ MV കൃഷ്ണവാര്യർ ഇങ്ങനെ എഴുതിയത് 989. എങ്ങോ മർദ്ദനോ ചെങ്ങല കൈകളിൽ, അങ്ങനെ കൈകൾ നൊന്തിയിടുകയാ. എങ്ങോ മർദ്ദന അവിടെ പ്രഹരം വീഴുവതന്റെ പുറത്താവുന്നു. ആരെങ്കിലും ഒരാളെ കാരണമില്ലാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അടിച്ചത് എന്റെ പുറത്താണ് എന്ന് പറഞ്ഞു സാക്ഷാൽ മലയാളത്തിന്റെ ഗുരുവായ MV കൃഷ്ണവാര്യർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നാനാട്ടം, ഈ സൗഹൃദം, ഈ ബന്ധം നമ്മൾ നിലനിർത്തിയേ മതിയാവും. അടുത്ത വീട്ടിലേക്ക് ഫാത്തിമയെ വിളിച്ചു പറയുന്ന ലക്ഷ്മിയും, ഒരാവശ്യത്തിന് ലക്ഷ്മിയെ വിളിക്കുന്ന ഫാത്തിമയും ചിന്തിക്കുക. അടുത്ത വീട്ടിലേക്ക് മാധവേട്ടാൻ വിളിച്ചു പറയുന്ന മുസ്ലിയാർ മാപ്പിളയും, മുസ്ലിയാർ മാപ്പിളയാണ് വിളിച്ചു പറയുന്ന മാധവേട്ടനും. ഈ ഒരു ബന്ധം ഇത് കേരളത്തിലെയും ഇന്ത്യയിലെയും മനുഷ്യരുടെ സന്മാർഗത്തിന്റെ പ്രതീകമാകുന്നു. അതിവിടെ ഒരിക്കലും അവസാനിച്ചുകൂടാ. അതുകൊണ്ട് ആ ഒരു നാനാത്വത്തിലേകത്വം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി എല്ലാ സർവ്വ മനുഷ്യരും യത്നിക്കേണ്ടതാണ്, അധ്വാനിക്കേണ്ടതാണ്. അത് നമ്മുടെ അടിസ്ഥാനമാണ്. വളരെ ഗൗരവമായി നാം അത് ചിന്തിക്കേണ്ടതാണ്. ഈ രാജ്യം ഭരിച്ചവർ മുഴുവനും പരസ്പരം ബഹുമാനിച്ചിരുന്നവരാണ്. സാമൂതിരിയുടെ സ്റ്റേറ്റ്മെന്റ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ്? ഒരു മുക്കുവന്റെ വീട്ടിൽ 3 ഹിന്ദുക്കൾ ഉണ്ടായാൽ, 3 ഹിന്ദു കുട്ടികൾ ജനിച്ചാൽ, ഒരു ഹിന്ദുവായ മുക്കുവന് 3 ഹിന്ദു കുട്ടികൾ ആൺകുട്ടികളായി ജനിച്ചാൽ, ഇനി ഒരാൾ ആൺകുട്ടിയായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ 4ാമത്തെ ആൺകുട്ടിയെ മുസ്ലിമാക്കണമെന്ന് ഞാൻ അനുശാസിക്കുന്നു. ആരാണ് എഴുതി വെച്ചത്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകം. ആരുടെ സ്റ്റേറ്റ്മെന്റ്? ഹിന്ദുവായ സാമൂതിരിയുടെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ പുറപ്പെട്ടു പോവുക. ഒരു ഹിന്ദുവിന്, തീരദേശങ്ങളിൽ പാർക്കുന്ന ഒരു ഹിന്ദുവിന് 3 ആൺകുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ആൺകുട്ടി ജനിച്ചാൽ ആ 4ാമത്തെ ആൺകുട്ടിയെ അയാൾ അങ്ങനെ ഹിന്ദു വീടുകളിൽ, മുക്കുവക്കുടിലുകളിൽ പുതിയ മുസ്ലിമീങ്ങൾ ഉണ്ടായി. അച്ഛൻ ഹിന്ദു, അമ്മ ഹിന്ദു, ഏട്ടന്മാർ ഹിന്ദു, ചെറുപ്പ കുട്ടി മുസ്ലിം. ആ കുട്ടികളെയാണ് പിന്നീട് അവർ കുടുംബമായി തീർന്നപ്പോൾ പുയിസ്ലാമാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. തീരദേശങ്ങളിൽ പാർക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പുയിസ്ലാമാർ എന്ന് പറയും. അസ്ല് അച്ഛൻ തന്നെ നേരിട്ട് മുസ്ലിമാക്കിയതാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിന്തിക്കണം. അവസാനിപ്പിക്കാൻ ഇതേ ഗ്രന്ഥത്തിൽ തന്നെ സാമൂതിരിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ്. ഒരു ബ്രാഹ്മണന്റെ അടുത്ത് ഒരു നായർക്ക് ഇരിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഒരു ബ്രാഹ്മണന്റെ അടുത്ത് ഒരു മുഹമ്മദീയന് ഇരിക്കാവുന്നതാണ്. ഒരു ബ്രാഹ്മണന്റെ അടുത്ത് ഒരു നായർക്ക് ഇരിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഒരു ബ്രാഹ്മണന്റെ അടുത്ത് ഒരു മുഹമ്മദീയന് ഇരിക്കാവുന്നതാണ്. ഈ ഒരു ബന്ധം ഹിന്ദുക്കളും മുസ്ലിമും തമ്മിലുള്ള ഈ ഒരു ബന്ധം വളരെ വലുതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ചിന്തിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നാം മനസ്സിലാക്കണം. സയ്യിദ് അബ്ദുറഹ്മാൻ ബാബക്ക് തങ്ങൾ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഞാനന്ന് കൊച്ചുകുട്ടിയായ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. 1ലോ 2ലോ ആണ്, 2ാം ക്ലാസ്സിലാണെന്നാണ് എന്റെ ബലിഷ്ഠമായ ഒരു ഓർമ്മ. എന്റെ സ്കൂളിൽ അമുസ്ലിമായ ഒരു ഹെഡ് മാഷായിരുന്നു. അന്ന് ഏകദേശം 100% എന്റെ അധ്യാപകന്മാർ അമുസ്ലിമീങ്ങളായിരുന്നു. എന്റെ സ്കൂളിൽ പെട്ടെന്ന് കൂട്ടമണിയടിച്ചു. ഒരു വൈകുന്നേരം ഏകദേശം ഒരു 2-2:30-3 മണിയോടടുത്ത നേരം കൂട്ടുമണിയടിച്ചു. എല്ലാവരും ഓഫീസ് മുറിയുടെ മുന്നിൽ കൂടിയപ്പോൾ അമുസ്ലിമായ എന്റെ നാട്ടിലെ, എന്റെ സ്കൂളിലെ ഹെഡ് മാഷ് വിളിച്ചു പറഞ്ഞു,
സ്കൂൾ വിട്ടിരിക്കുന്നു, നമുക്ക് വലിയ നട്ടം പറ്റിയിരിക്കുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ ഈ ഒരു ബന്ധം, ഇതാണ് മനുഷ്യബന്ധം, ഇതാണ് കേരളീയ ചരിത്രം, ഇതാണ് ഐക്യത്തിന്റെ ചരിത്രം. ഇതിവിടെ വേണ്ടേ? ഇത് പരസ്പരം ചെളിവാരിയെറിഞ്ഞ് നശിപ്പിക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്കും, ഇതാണ് ബന്ധം. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ മരിച്ചപ്പോൾ ഇതാ മുസ്ലിമായ എന്റെ ഹജ്മാഷ് ഘട്ടനായി പറയാൻ കഴിഞ്ഞില്ല മനുഷ്യന്. ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ സ്മരണത്തിന് വന്ന ഒരു മഹാനായ മുസ്ലിം പണ്ഡിതൻ വാക്കുകൾ കിട്ടാതെ വേദിയിൽ വീണുപോയി. ചിന്തിക്കും, ഈ ഒരു ബന്ധം ഇവിടെ നിലനിൽക്കണ്ടേ? മമ്പുറത്ത തങ്ങൾ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവല്ലേ? മമ്പുറത്ത തങ്ങൾ മരണം വരെ ഒരു നായർ കൂടെയുണ്ട്. നായരാണ് പ്രൈവറ്റ് സെക്രട്ടറി. ആരുടെ? പ്രധാനപ്പെട്ട സൂഫിയല്ലേ കുഞ്ഞായി മുസ്ലിയാർ. ലോക്കൽ ഒരാളൊന്നുമല്ല, വലിയാണ്, സൂഫിയാണ് മഹാനായ കുഞ്ഞായി മുസ്ലിയാർ. അങ്ങനെ ഒരു പണ്ഡിതൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമാണ്. അത്ര വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാർ. ആ പേര് പറഞ്ഞാൽ അടുത്ത പേര്, ഇത് തമാശയാണ്. നിങ്ങൾ സംഗതി തമാശയാണ്, പക്ഷെ ഇത് തമാശയാണ് നിങ്ങൾ വിചാരിച്ചത്. അവർ രണ്ടാളും ഹാസ്യ സമ്രാട്ടുക്കളാണ്. ഒരാൾ വലിയാണ്, മഹാനായ കുഞ്ഞായി മുസ്ലിയാർ സൂഫിയാണ്, വലിയാണ്. ആ മനുഷ്യന്റെ പേര് പറഞ്ഞാൽ അടുത്ത പേര് എന്റെ. ഈ ഒരു ബന്ധം, ഈ ഒരു നാനാത്വത്തിൽ ഏകത്വത്തിന്റെ ബന്ധം, അതിവിടെ നിലനിൽക്കൽ ആവശ്യമാണ്. അതിനുവേണ്ടി എല്ലാ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും മാനുഷിക ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുകയും പരസ്പരം നാം ഒന്നാണ്, എല്ലാം ഒന്നാണ്. ഭാരതമാതാവ് എന്ന് പറയുന്നു ഹിന്ദുക്കൾ, മുസ്ലിമീങ്ങൾ ഭൂമി മാതാവ് എന്ന് പറയുന്നു. ഒന്നുകൂടി വിശാലം. അപ്പോൾ ആരും മാതാവായി പറഞ്ഞില്ലല്ലോ നിങ്ങള്. ഇന്ത്യയും മാതാവായി, ഭാരതവും മാതാവായി. അങ്ങനെ ഉണ്ടോ മുസ്ലിരെ? ഉണ്ട്. ഈ പഠിക്ക്. ഭൂമിയെ സൂക്ഷിച്ചു ജീവിക്കണേ. ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. മുഹമ്മദ് നബി അങ്ങനെയുണ്ട്. ഭാരത മാതാവ്, ഭാരത മാതാ കി ജയ് എന്ന് പറയുന്നു ആര്? ഹിന്ദു. ഇതന്നെ ഒരർത്ഥത്തിൽ ആരും പറയുന്നുണ്ട്. ഭാരതം എന്ന് പറയുന്നതിന് പകരം ഒന്നുകൂടി വിശാലമായി പറയാ ഭൂമി. അപ്പോൾ ആരും മാതാവ് ഭാരതം. എന്റെ വീട്ടിൽ ഹിന്ദുവായ അയൽപ്പക്കാരൻ നോമ്പ് തുറപ്പിക്കാത്ത ഒരു കൊല്ലവും ഈ കൊല്ലമടക്കം ഉണ്ടായിട്ടില്ല. എന്റെ കുട്ടിക്കാലം മുതലേ ഉണ്ട്. ഓണത്തിനൊരു പായസം ഉണ്ടാക്കിയാൽ, എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഒരു പായസമെങ്കിലും കുറച്ച് പഴയെങ്കിലും ബാപ്പാക്കും ഉമ്മാക്കും എത്തിച്ചിട്ടില്ലെങ്കിൽ പരിസരത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇന്നും സമാധാനക്കേടുണ്ടാവും. അവരത് കൊണ്ടുവരും. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനും കുട്ടനും തമ്മിലുള്ള ബന്ധം. അതാണ് ആ ബന്ധം. അത് തന്നെയാണ് ബന്ധം. ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ഓടി വരിക ഇങ്ങോട്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ ഒരു ബന്ധം, ഈ ഒരു സമുദായ സാകല്യം ഇതിവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ പൗരാണിക പണ്ഡിത മഹത്തുക്കളെ അംഗീകരിക്കുന്ന സമൂഹം നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ അടിത്തറയെന്നും ഈ അസ്തിത്വത്തിലാണ് നമ്മൾ എണീറ്റ് നിൽക്കുന്നത് എന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ ധർമ്മത്തെ തിരിച്ചറിയണം. നമ്മളെല്ലാം ഒന്നാണ്. നോക്കൂ, ഒരു ദേശത്തിന്റെ കഥ വായിച്ചു. ഞാൻ 1990 ഞാൻ ഒരു ദേശത്തിന്റെ കഥ വായിച്ചത്. ഒരു ദേശത്തിന്റെ കഥ വായിച്ചിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞു. അന്നും ഞാനൊരു സ്ഥലത്തെ കാളിയായിരുന്നു. നോവൽ വായിച്ചിട്ട് കാളിയേരി ഇരുന്ന് കരഞ്ഞു. എന്തിനാ കരഞ്ഞത്? ഞാൻ അന്ന് കാളിയാണ്. കേരളത്തിലെ സ്ഥലത്തെ കാളിയ 1990 കോളേജിൽ നിന്ന് വന്ന അക്കൊല്ലം. അന്നാണ് ഒരു ദേശത്തിന്റെ കഥ. കേരളത്തിലെ പ്രശസ്ത നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. അത് വായിച്ചിട്ട് ഞാൻ പൊട്ടി കരഞ്ഞു. എന്താ കാരണം? എസ്.കെ. പൊറ്റക്കാട് പറയുന്ന ഒരു രംഗുണ്ട്. കുട്ടിയായ എസ്.കെ. പൊറ്റക്കാടിനെ അച്ഛൻ കയ്യും പിടിച്ചിട്ട് അങ്ങനെ ഫ്രാൻസിസ് റോട്ടിലൂടെ നടത്തിക്കൊണ്ടുപോയി. അത് പറയാം, ഒരു ദേശത്തിന്റെ കഥയിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. അങ്ങനെ കൊണ്ടുപോയി ഷെയ്ഖിന്റെ പള്ളിയിൽ അവിടെ എത്തിയപ്പോൾ
അച്ഛൻ പിന്നെ SK പൊറ്റക്കാടിന്റെ അച്ഛൻ എന്ത് ചെയ്തു? കൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹം, കൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ. അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അവിടെ അലാവുദ്ദീൻ ഹമ്മസ് റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖിന്റെ പള്ളിയുടെ നേരെ മുന്നിൽ ഒരു നേർച്ചപ്പെട്ടിയുടെ ആ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇട്ടു, അച്ഛൻ ഇട്ടു. എന്നിട്ട് ട്രൗസറിന്റെ പോക്കറ്റിൽ വേറൊരു പൈസ എടുത്ത് എന്റെ കയ്യിൽ തന്നു, എന്നോട് ഇടാൻ വേണ്ടി പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പോൾ SK പറയാണ്, ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛോ അതൊരു മുസ്ലിമിന്റെ ശവകുടീരമല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നിന്നോട് പറഞ്ഞു പൈസ ഇടുന്ന് പറഞ്ഞു. പൈസ ഇട്ടു. ഞങ്ങളങ്ങനെ വീണ്ടും കടപ്പുറത്തേക്ക് നടന്നു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, ഹിന്ദു മുസ്ലിം എന്നൊന്നും വലിയ മനുഷ്യരെ പറ്റി പറയരുത്. അതൊരു വലിയ മനുഷ്യരായിരുന്നു. വലിയ മനുഷ്യർ ഹിന്ദു മുസ്ലിം എന്നല്ല നോക്കേണ്ടത്, അവർ ഭൂമിയിൽ എല്ലാവരുടെയും പൊതുമുതലാണ്. അത് വായിച്ചിട്ട് ഞാൻ കരുതി. മനസ്സിലായോ നിങ്ങൾക്ക്? വലിയ മനുഷ്യന്മാർ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് തർക്കിക്കല്ല വേണ്ടത്. അവർ ഹിന്ദുക്കളുടെയും മുസ്ലിമുകളുടെയും മാത്രം ആളുകളല്ല, അവർ ഈ ഭൂമിയുടെ പൊതുമുതലാണ്. ഇതിനാണ് പിന്നീട് നമ്മൾ ജ്ഞാനപീഠം കൊടുത്തത്. ജ്ഞാനപീഠം പോലും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കയർക്കുക, ഇപ്പോൾ നമ്മൾ തല്ലുരിഞ്ഞ. അതുകൊണ്ട് ഈ ഒരു സൗഹൃദ സാഹചര്യത്തിലേക്ക് നമ്മൾ മടങ്ങണം. ഇതാണ് സ്നേഹം, ഇതാണ് ബന്ധം. ഈ സൗഹൃദത്തിനും സ്നേഹത്തിനും മാത്രമാണ്. ഒരു യുഗത്തിങ്കൽ ഒരിക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്യും. അതിനു മുമ്പിലും അതിനു പിമ്പിലും ചിരിക്കുമർത്യർ തൻ പരം സുതുസാം. വളരെ ചിന്തിക്കണം. നിലകൊള്ളൂ മർത്യ സമുദായ ഹർമ്മ്യം, ശിലകളൊക്കെയും ഇളകി വെവ്വേറെ. ഉള്ളൂർ പറയാ, നിലകൊള്ളൂ മർത്യ സമുദായ ഹർമ്മ്യം, ശിലകളൊക്കെയും ഇളകി വെവ്വേറെ. മനുഷ്യ സൗധം, മാനവ സൗധം ഇന്ന് പരസ്പരം തമ്മിൽ ശത്രുക്കളായി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായിരിക്കുന്നു. ഹിന്ദുവും മുസൽമാനും കയർക്കരുത്. ഉള്ളൂർ പറഞ്ഞു. പാം സുസ്നാനം വായിച്ചപ്പോൾ, വള്ളത്തോളിന്റെ കവിത വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. ആരെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയത്? മുഹമ്മദ് നബിയെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വള്ളത്തോളിനെ കുറിച്ച് എഴുതിയ, വള്ളത്തോൾ മുഹമ്മദ് നബിയെ കുറിച്ച് എഴുതിയ വള്ളത്തോളിന്റെ വരികൾ വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. എന്തുകൊണ്ട്? വള്ളത്തോൾ കണ്ണീരിൽ ചാലിച്ച വാക്കുകളായിരിക്കും അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കവിയുടെ കണ്ണുനീരാണ് അനർഘമായ വാക്കുകളായി പുറത്തു വന്നിട്ടുള്ളത്. ആരാ എഴുതിയത്? വള്ളത്തോൾ, മഹാകവി വള്ളത്തോൾ. ആരെക്കുറിച്ച്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ബന്ധം, ഈ ഒരു സ്നേഹം, ഈ ബന്ധവും സ്നേഹവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം. അതിനെ ഭരണാധികാരികളും നിയമപാലകരും സഹകരിക്കുകയും എല്ലാ മതസമുദായങ്ങളും അവരവരുടെ മതത്തിന്റെ അനുയായികളോട് പള്ളിയിലും പുറത്തും ഈ വാക്കുകൾ പ്രസംഗിക്കുകയും വേണം. ഞാനൊരു വാക്ക് എന്റെ മറ്റു സമുദായക്കാരെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്റെ മറ്റു സമുദായക്കാരെ ഇത് പറയട്ടെ, അല്ലാഹു സാക്ഷിയാണ്. ഞാനിത് ഈ നാദാപുരത്തെ പരസ്യമായി പ്രസംഗിക്കുന്നതല്ല. ഏത് വെള്ളിയാഴ്ചയും എന്റെ ജനങ്ങളോട് ഞാൻ പറയാറുള്ളത്, മുസ്ലിമീങ്ങൾ മാത്രമുള്ള, പുറത്തൊരാൾ പോലും കേൾക്കാത്ത ഒരു പ്രഭാഷണം നടത്തുമ്പോഴും ഞാൻ പറയാറുള്ളത് ഐക്യമാണ്, സമുദായ സൗഹാർദ്ദമാണ്. ഹിന്ദുവും മുസൽമാന്റെയും ഐക്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു രാത്രിയും ഒരു 5-8 കൊല്ലമായി ഉണ്ടായിട്ടില്ല. ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ഐക്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു പാതിരാത്രിയും ഒരു 5-8 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ വളരെ വിനയത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇത് ഭീകരവാദമല്ല, ഇത് സ്നേഹമസൃണമായ സൗഹൃദത്തിന്റെ, നാനാത്വത്തിന്റെ ഏകത്വത്തിലേക്ക് നമ്മുടെ അടിത്തറയിലേക്ക് നാം
മടങ്ങിപ്പോകലാണ്. അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. വളരെ സ്നേഹത്തോടെ എന്റെ പ്രഭാഷണം കേൾക്കാൻ വന്ന നിങ്ങളോടെല്ലാവരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊണ്ടും സമുദായത്തിൽ എവിടെയെങ്കിലും ഭീകരവാദം മുളപ്പൊക്കുന്നുവെങ്കിൽ അതാണ് മഹല്ല് നേതൃത്വവും കുടുംബനാഥന്മാരും അത് മുളയിലെ നുള്ളിക്കളയണമെന്നും ഒരു കാലത്തും നമ്മുടെ സമുദായത്തിൽ അങ്ങനെ ഒരു ഭീകരവാദത്തിന്റെ ശബ്ദമുണ്ടാകാൻ പാടില്ലെന്നും അതോടുകൂടെ തന്നെ അന്യ സമുദായക്കാർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവരവരുടെ മതസ്ഥാപനങ്ങളിലും അവരവരുടെ പ്രഭാഷണങ്ങളിലും ഈ ഒരു കാര്യത്തെയും സ്നേഹത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും മനോഹരമായ വാക്കുകൾ പറഞ്ഞ് മനുഷ്യ മനസ്സുകളെ പരസ്പരം ഒന്നു ചേർക്കണമെന്നും വളരെ താഴ്മയോടെയും വിനയത്തോടെയും അപേക്ഷിച്ചുകൊണ്ട് ഈ സമാധാനത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരും വളരെ വിനയത്തിലും താഴ്മയിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ യശസ്സും നന്മയും സൗഹൃദയും നിലനിർത്താൻ എല്ലാവരും അധ്വാനിക്കണമെന്ന് എന്റെ ആത്മാവിനോടും നാം ഓരോരുത്തരും അതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമയും SKSF എന്ന സുന്നി വിദ്യാർത്ഥി സംഘടനയും ഖുർആൻ സ്റ്റഡി സെന്ററും ഒക്കെ പ്രവർത്തിക്കുന്നതെന്നും പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ കീഴിൽ ബഹുമാനപ്പെട്ട ഉലമായിന്റെ കീഴിൽ നമ്മൾ നടക്കുന്ന ഈ സമരം രാജ്യത്തിന്റെ സമാധാനത്തിനും നന്മക്കും വേണ്ടി മാത്രമാണെന്നും അത് ഭരണാധികാരികളും ഇവിടെയുള്ള നിയമപാലകരും അറിയണമെന്നും വളരെ താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് ക്യാൻസർ ബാധിച്ച ഒരു മരണപ്പെട്ട നസീർ കുയിറ്റേരി എന്ന ഒരു സഹോദരൻ 33 വയസ്സ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ഫള് ബറക്കത്ത് കൊണ്ട് ആ സഹോദരന് മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ.